കടിപിടി കടിപിടി അടിപിടി അടിമുടി എരിപൊരി അതിലൊരു ചിരിവഴി കളിയുടെ ചിരിയുടെ മൊഴിയുടെ കലവില വേണം. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് നമസ്കാരം. അപ്പോ ഇന്ന് നമുക്ക് എന്ത് പറയണം ബുക്കോ? ഭൂമിയല്ല, നമുക്ക് പ്രോപ്പർട്ടിയെ പറ്റി പറയാം. ഇപ്പൊ എല്ലാരും പറയുന്നു എനിക്ക് ഇത്രയും പ്രോപ്പർട്ടി ഉണ്ട്, എനിക്ക് 1 ഏക്കറുണ്ട്, എനിക്ക് 2 ഏക്കറുണ്ട്, അയ്യോ എനിക്ക് പ്രോപ്പർട്ടി ഒന്നുമില്ല, ഞാൻ വാടക വീട്ടില, അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്നാ വന്നേ നിങ്ങൾക്ക് അറിയോ? പണ്ട് രാജുവിന് രാധയ്ക്ക് ഒന്നും വീടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഞാനിപ്പോ പറയുന്നു. അതെ, കഥ പറയാൻ പറഞ്ഞപ്പോ രാജുവിന് രാധയ്ക്കും വീടില്ലായിരുന്നു എന്നുള്ള കഥ പറയാനാണ് അവൻ പറഞ്ഞത് അല്ലേ ബുക്കോ? കൗതുക ലേശം കൂടുതൽ മാപ്പാക്കണം. അപ്പൊ കൺസെപ്റ്റ് വന്നതെന്ന് പറഞ്ഞത് 3000 BC അല്ലേ, ബിഫോർ ക്രൈസ്റ്റ്. 3000 BCക്ക് മുമ്പാണ്. അപ്പൊ ആ ഒരു ടൈമില് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ ടൈമിലായിരുന്നു. അപ്പൊ അവിടെ ഒരു ബേബിലോൺ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റില്, ആ ഒരു കൺസെപ്റ്റിലാണ് ആദ്യമായിട്ട് എന്താ പറയാ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാനുള്ള കാരണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് വരെ ആൾക്കാർ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും ഉള്ള ഇടത്ത് വീടും വെച്ച് അടിയും പിടിയും ഒന്നും ഇല്ലാണ്ടായിരുന്നു നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം വന്നപ്പം തൊട്ട് സിവിലൈസേഷനൊക്കെ വന്ന് ആൾക്കാർക്കൊക്കെ കുറച്ച് വിവരമൊക്കെ വെച്ച് തുടങ്ങിയപ്പം തൊട്ട് അവർക്ക് മറ്റൊരാൾ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയില്ലെങ്കിലോ ഒക്കെ അടിയും വടിയും ഒക്കെ ആയി തുടങ്ങി. അതെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്തു, അവരിൽ ചിലരെന്ത് ചെയ്തു, കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. കുറച്ച് പേര് ഈ കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അത് വിൽക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ഓരോരോ കൺസെപ്റ്റ് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോഴാണ് ആൾക്കാർക്കും ഐഡിയ വന്നത്, ഓക്കെ ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു കുറച്ച് ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആരും വന്ന് അതിക്രമിച്ച് കയറത്തില്ല. കാരണം അങ്ങനെ ചെയ്തപ്പോഴും അവിടെ അടിയും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇപ്പോഴുള്ള പോലെ. അതെ, അന്നേരം അടിയും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് റോമൻസ് വന്നപ്പോൾ, അതായത് റോമന്റെ സാമ്രാജ്യമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേന് അവരാണ് പ്രോപ്പർട്ടി ലീഗലായിട്ട് ഓരോരുത്തരുടെ പേരിലാക്കുക, അതിന് ഗവൺമെന്റ് എത്ര ടാക്സ് കൊടുക്കണം എന്നാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രക്ചർ ആക്കി കൊണ്ടുപോകാം. അന്ന് തുടങ്ങിയ സംഭവമാണ് നമ്മുടെ ഇപ്പൊ ഉള്ളത്. അതെ, ഇപ്പൊ ആൾക്കാർ അടിയും പിടിയാണ്, ഇപ്പം വെട്ട് കുത്ത് കൊലയൊക്കെയാണ്. എനിക്ക് കുറച്ച് വഴി തരണം കേട്ടോ, ഇച്ചിരി 1/2 സെന്റ് അല്ലെങ്കിൽ ഒരു 3/4 സെന്റ് ഇങ്ങോട്ട് ഞാൻ വഴിയൊക്കെ ഉണ്ടാക്കി വീട്ടിലോട്ടൊന്ന് കയറി പോട്ടെ. ഇല്ല തരത്തിലെന്ന് കുറച്ച് പേര് അതിനുവേണ്ടി അടിയൊക്കെ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിലൊക്കെ കിടക്കുന്ന ആൾക്കാർ നമ്മുടെ വാർത്തയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലേ. പിന്നെ അതേപോലെ തന്നെ വസ്തു കൂടുതലുള്ളവർ അല്ലെങ്കിൽ സ്വത്ത് കൂടുതലുള്ളവർ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുക. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസും അതും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് വസ്തു തോനെയുള്ളവര് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അതുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നവരും പിന്നെ വസ്തു തോനെയുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതും പത്തനാപുരത്തുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ കുറെ സ്ഥലത്തുണ്ട്. അപ്പോ ആൾക്കാർ ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കുന്നവരുണ്ട്, ചിലര് കൊടുക്കാത്തവരുണ്ട്, ചിലരെല്ലാം കൂടെ ഇതെല്ലാം എന്റെയാണ്, ഞാനങ്ങ് പോകുമ്പോൾ കൊണ്ടുപോകുമെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ എന്തോ ആവട്ടെ, ഇപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മളുടെ എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുമ്പം നമുക്ക് ഭയങ്കര പവറായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് മനുഷ്യരാകുമ്പോൾ കുറച്ച് അഹങ്കാരവും കൂടെ കൂടും. പക്ഷെ അങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യം എന്താ ബുക്കോ? ഇല്ല, അതിനൊരു ആവശ്യമില്ല. അതെ, ഞങ്ങൾക്കും വല്ല അഹങ്കാരമുണ്ട്. അതെ, അതേപോലെ തന്നെ അഹങ്കരിക്കുകയല്ല, ദൈവം തരുന്നത് കൈകൊണ്ട് വാങ്ങിക്കുക, അത് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കുക അല്ലേ. ഒരു സിനിമയിൽ പറയുന്ന പോലെ നമുക്ക് എന്തുണ്ടോ അത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവരും അതേ രീതിയിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കും. അല്ലാണ്ട് ഇപ്പം നമ്മളെല്ലാം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും വലുതാവാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് അല്ലേ. അതെ, കല്യാണക്കാര്യം തന്നെ ഇപ്പൊ എത്രയും പ്രോപ്പർട്ടീന്റെ വിഷയമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അടിയാവുന്നുണ്ട്, ഡൈവേഴ്സ് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മളുടെ ഭൂമിയിൽ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹം, നമ്മുടെ ഭൂമിക്ക് വേണ്ടി നല്ലത് ചെയ്യാം. അതെ, നല്ലത് ചെയ്യുക, സ്നേഹത്തോടെ ജീവിക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ. അതെ, പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, നന്ദി, നമസ്കാരം, ബൈ.